സെൽഫ് ഇൻഡക്ഷൻ എന്താണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമ്മുടെ കയ്യിൽ ഒരു സോളിനോയിഡ് ഉണ്ടായിരുന്നു. അതിൽ കൂടിയുള്ള കറണ്ട് നമ്മൾ ചേഞ്ച് ചെയ്തപ്പോൾ അതേ സോളിനോയിഡിൻ്റെ ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് മാറുകയും അതേ സോളിനോയിഡിൽ തന്നെ ഒരു ഇൻഡ്യൂസ്ഡ് EMF ഡെവലപ്പ് ചെയ്യുകയും ചെയ്തു. ആ ഇൻഡ്യൂസ്ഡ് EMFനെ നമുക്ക് വേണമെങ്കിൽ ബാക്ക് EMF എന്ന് വിളിക്കാം. ഈ സെൽഫ് ഇൻഡക്ഷനുമായി ബന്ധപ്പെട്ട ഒരു കോൺസ്റ്റൻറ്റ് ആണ് സെൽഫ് ഇൻഡക്റ്റൻസ്. നമ്മൾ തന്നെ ക്യാപിറ്റൽ L എന്ന് പറയുന്ന ആൽഫബറ്റ് ഉപയോഗിച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്തിരുന്നത്. ആ ഒരു ടോപ്പിക്കിൻ്റെ ഏറ്റവും അവസാനം നമ്മൾ സെൽഫ് ഇൻഡക്റ്റൻസും ഇൻഡ്യൂസ്ഡ് EMFും തമ്മിലുള്ള ഒരു റിലേഷൻ ഡിറൈവ് ചെയ്തു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ സെൽഫ് ഇൻഡക്ഷൻ്റെ കീഴിൽ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത മെത്തേഡാണ് ഒരു കോയിലിൽ ഇൻഡ്യൂസ്ഡ് EMF ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ആദ്യത്തെ മെത്തേഡായിരുന്നു സെൽഫ് ഇൻഡക്ഷൻ. രണ്ടാമത്തെ മെത്തേഡാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. സെൽഫ് ഇൻഡക്ഷനിൽ ഒരു കോയിലാണ് അതല്ലെങ്കിൽ ഒരു സോളിനോയിഡാണ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നതെങ്കിൽ മ്യൂച്വൽ ഇൻഡക്ഷനിൽ 2 സോളിനോയിഡുകൾ ഉണ്ടായിരിക്കും. അവരെ ഏത് രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്, എന്തൊക്കെയാണ് അതിൻ്റെ കൺസ്ട്രക്ഷണൽ ഡീറ്റെയിൽസ്, ഏത് രീതിയിലാണ് ഒരു സോളിനോയിഡിൽ അല്ലെങ്കിൽ ഒരു കോയിലിൽ ഒരു ഇൻഡ്യൂസ്ഡ് EMF ഡെവലപ്പ് ചെയ്യുക, അവിടെയുള്ള ആ ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് എന്താണ്, ആ കോൺസ്റ്റൻറ്റും ഇൻഡ്യൂസ്ഡ് EMFും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്തൊക്കെയാണ്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ടോപ്പിക്കിൻ്റെ കീഴിൽ ചർച്ച ചെയ്യാനുണ്ട്. അതിനായി ആദ്യം തന്നെ നമുക്ക് ആ ഒരു എക്സ്പെരിമെൻ്റൽ സെറ്റപ്പിലേക്ക് പോകാം. നോക്കുക, ഇവിടെ 2 സോളിനോയിഡുകൾ എടുത്തിട്ടുണ്ട്. ഒരു സോളിനോയിഡ് ഞാൻ ബ്ലൂ കളർ കൊണ്ട് വരച്ചിരിക്കുന്നു, രണ്ടാമത്തെ സോളിനോയിഡ് ഗ്രീൻ കളർ കൊണ്ടും വരച്ചിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു പ്രത്യേകതയുള്ളത്, ഒന്നാമത്തെ സോളിനോയിഡ് ഒരല്പം വലുതാണ്, രണ്ടാമത്തെ സോളിനോയിഡ് അതായത് ഗ്രീൻ കളറിലുള്ള സോളിനോയിഡ് ഒരല്പം ചെറുതുമാണ്. ചെറുതെന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് റേഡിയസ് കുറവാണെന്നാണ്. 2 സോളിനോയിഡുകളുടെയും ലെങ്ത്ത് സെയിം ആണ്. ഒന്നാമത്തെ അതായത് വലിയ സോളിനോയിഡിനെ നമ്മൾ പേരിട്ടിരിക്കുന്നത് S2 എന്നാണ്. രണ്ടാമത്തെ സോളിനോയിഡ് അതായത് റേഡിയസ് ഒരല്പം കമ്പാരിറ്റീവ്ലി കുറവുള്ള റേഡിയസിന് പേര് നമ്മൾ ഇട്ടിരിക്കുന്നത് S1 എന്നാണ്. S1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ സോളിനോയിഡ് എന്ന് വേണമെങ്കിൽ പറയാം. S2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ സോളിനോയിഡ്. അതിൽ 2 സോളിനോയിഡിൻ്റെയും ആക്സിസ് സെയിം ആണ്. അതായത് കൃത്യം ആദ്യത്തെ, ഇവിടെ നമ്മൾ പറയുകയാണെങ്കിൽ ഫിഗർ അനുസരിച്ച് പറയുകയാണെങ്കിൽ ആദ്യത്തെ സോളിനോയിഡിൻ്റെ സെൻറ്ററിൽ കൂടി പോകുന്നതാണ് അതിൻ്റെ ആക്സിസ്. രണ്ടാമത്തെ സോളിനോയിഡിൻ്റെ അതായത് S1ൻ്റെ അതിൻ്റെ സെൻറ്ററിൽ കൂടി പോകുന്നതാണ് ആക്സിസ്. ആ 2 ആക്സിസും സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ 2 സോളിനോയിഡുകളെയും കോ ആക്സിയൽ സോളിനോയിഡുകൾ എന്ന് വിളിക്കാം. 2 സോളിനോയിഡുകളുടെയും S1ൻ്റെയും S2ൻ്റെയും ആക്സിസ് സെയിം ആണ്. ഈ ചെറിയ സോളിനോയിഡ് കൃത്യം ആദ്യത്തെ സോളിനോയിഡിൻ്റെ അതായത് വലിയ സോളിനോയിഡിൻ്റെ സെൻറ്ററിലാണ് വെച്ചിരിക്കുന്നത്. റേഡിയസുകൾ മാത്രമേ മാറ്റമുള്ളൂ. ഈ ചെറിയ സോളിനോയിഡിൻ്റെ അതായത് S1 എന്ന് നമ്മൾ പേരിട്ടിരിക്കുന്ന ഈ സോളിനോയിഡിൻ്റെ റേഡിയസ് R1 ആണ്. S2 എന്ന് പേരിട്ടിരിക്കുന്ന രണ്ടാമത്തെ സോളിനോയിഡിൻ്റെ റേഡിയസ് R2 ആണ്. ഈ ഒരു കേസിൽ R1 ഈസ് ലെസ് ദാൻ R2. 2 സോളിനോയിഡിൻ്റെയും ലെങ്ത്ത് സെയിം ആണ്. L എന്ന് പറയുന്നതാണ് 2 സോളിനോയിഡിൻ്റെയും ലെങ്ത്ത്. ഇതിൽ നമ്മൾ ഒരു സോളിനോയിഡിൽ കൂടി മാത്രമേ കറണ്ട് കടത്തിവിടുന്നുള്ളൂ. അതായത് പുറമേയുള്ള S2ൽ കൂടി മാത്രമേ നമ്മൾ കറണ്ട് കടത്തിവിടുന്നുള്ളൂ. അതിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന S1 അതിൽ കൂടി നമ്മൾ കറണ്ട് കടത്തിവിടുന്നില്ല. ആ S1ൻ്റെ 2 എൻഡുകളും ഒരു ഗാൽവനോമീറ്ററുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. അതായത് ഏതെങ്കിലും രീതിയിൽ S1ൽ ഒരു കറണ്ട് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ, ഒരു ഇൻഡ്യൂസ്ഡ് EMF അതിന് ഫലമായി ഒരു ഇൻഡ്യൂസ്ഡ് കറണ്ട് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ കൃത്യമായി ആ കറണ്ടിൻ്റെ ഡയറക്ഷൻ നമുക്ക് ഗാൽവനോമീറ്റർ കാണിച്ചു തരും. അല്ലെങ്കിൽ കറണ്ടിൻ്റെ പ്രസൻസ് നമുക്ക് ഗാൽവനോമീറ്റർ കാണിച്ചു തരും. ഇനി നമുക്ക് നോക്കാം ഏത് രീതിയിലാണ് ഇവിടെ ഏതെങ്കിലും ഒരു കോയിലിൽ ഒരു ഇൻഡ്യൂസ്ഡ് EMF അതും അല്ലെങ്കിൽ ഒരു ഇൻഡ്യൂസ്ഡ് കറണ്ട് ഡെവലപ്പ് ചെയ്യുന്നത് ഏത് രീതിയിലാണെന്ന് നോക്കാം. ശ്രദ്ധിക്കുക, S2ൽ കൂടിയാണ്. ഇനി S1 S2 എന്ന് മാത്രമേ പറയുന്നുള്ളൂ. S2ൽ കൂടിയാണ് നമ്മളൊരു കറണ്ട് കടത്തിവിടുന്നത്. നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം നമ്മളൊരു സെല്ല്, ഒരു കീ, ഒരു റിയോസ്റ്റാറ്റ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ S2ൽ ബന്ധിപ്പിച്ചിട്ടുണ്ട്. അതിൽ സെല്ല് അല്ലെങ്കിൽ ബാറ്ററി ഇത് നമ്മൾ കറണ്ട് പ്രൊവൈഡ് ചെയ്യുന്നതിനായി നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഇവിടെയുള്ള കീ ആ കറണ്ടിനെ കൺട്രോൾ ചെയ്യുന്നതിനായിട്ട്
ഇവിടെ ഇരിക്കുന്ന റിയോസ്റ്റാറ്റ് RH എന്ന് പറയുന്ന റിയോസ്റ്റാറ്റ് ആ കറൻറ്റിനെ വാരി ചെയ്യുന്നതിനായിട്ടാണ്. അതായത് കറൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡിനെ നിങ്ങൾക്ക് കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും. റിയോസ്റ്റാറ്റിൻ്റെ സഹായത്തോടു കൂടി കറൻറ്റിനെ കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കീഴിൽ കൊടുത്തിരിക്കുന്ന ആളുകൾ. മാക്സിമം കറൻറ്റിൽ നിന്ന് പിന്നീടും കൂട്ടാൻ നമുക്ക് RH റിയോസ്റ്റാറ്റ് ഉപയോഗിച്ച് നമുക്ക് അതിന് സാധിക്കില്ല. ഒരു മാക്സിമം കറണ്ട് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2 ആംപിയർ ആണ് ഈ ബാറ്ററിക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതെങ്കിൽ ആ 2 ആംപിയറിനേക്കാളും കൂട്ടുന്നതിനായിട്ട് റിയോസ്റ്റാറ്റിന് കഴിയില്ല. 2 ആംപിയറിൽ നിന്ന് കുറയ്ക്കാനും പിന്നീട് 2 ആംപിയറിലേക്ക് കൂട്ടാനും നമുക്ക് റിയോസ്റ്റാറ്റ് ഉപയോഗിച്ച് സാധിക്കും. ഓക്കെ, ഇനി I എന്ന് പറയുന്ന കറണ്ട് S2വിൽ കൂടി കടന്നു പോകുന്നു. നമുക്ക് പണ്ടേ അറിയാം ഒരു കറണ്ട് ക്യാരിയിങ് സോളിനോയിഡ് ശരിക്കും ഒരു ബാർ മാഗ്നറ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുക. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ S2വിൻ്റെ ഉള്ളിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിരിക്കും. അത്തരത്തിലുള്ള മാഗ്നറ്റിക് ഫീൽഡിലാണ് നമ്മൾ ആരെ വെച്ചിരിക്കുന്നത്? S1നെ വെച്ചിരിക്കുന്നത്. S2 പ്രൊഡ്യൂസ് ചെയ്യുന്ന S2വിൽ കൂടി കറണ്ട് കടന്നു പോകുമ്പോൾ S2 ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ അതായത് S2വിൻ്റെ ഉള്ളിലും ആ ഉൾഭാഗത്തും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിരിക്കും. μ0 Ni അതാണ് ഒരു സോളിനോയിഡിൻ്റെ ഉൾഭാഗത്തെ മാഗ്നറ്റിക് ഫീൽഡിനുള്ള ഇക്വേഷൻ. μ0 Ni നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്, ഒന്നും കൂടി ഓർത്തെടുക്കുക. μ0 Ni. അപ്പോൾ അത്രയും മാഗ്നറ്റിക് ഫീൽഡ് S2വിൻ്റെ ഉള്ളിലുണ്ട്. ആ മാഗ്നറ്റിക് ഫീൽഡിലാണ് നമ്മൾ S1നെ വെച്ചിരിക്കുന്നത്. S1 പക്ഷേ കറണ്ടൊന്നും കടന്നു പോകുന്നില്ല. S1ൽ കൂടി കറണ്ടും നമ്മൾ കടത്തിവിട്ടിട്ടില്ല. ഒരു സിമ്പിൾ സോളിനോയിഡാണ്. ഗാലനോമീറ്റർ മാത്രമേ ബന്ധിപ്പിച്ചിട്ടുള്ളൂ. ഒരു സ്റ്റഡി കറണ്ടാണ് S2വിൽ കൂടി പോകുന്നതെങ്കിൽ, അതായത് ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണ് 1 ആംപിയർ കറണ്ട്. ഈ ഒരു ബാറ്ററി 1 ആംപിയർ കറണ്ട് കോൺസ്റ്റൻ്റായി ഈ S2വിൽ കൂടി കടന്നു പോകുന്നു, S2വിൽ കൂടി കടത്തിവിടുന്നു. അങ്ങനെയെങ്കിൽ ആ 1 ആംപിയർ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിലാണ് S1 ഇരിക്കുന്നത്. പക്ഷേ S1ൽ യാതൊരു തരത്തിലുള്ള ഇൻഡ്യൂസ്ഡ് EMFോ ഇൻഡ്യൂസ്ഡ് കറൻറ്റോ ഡെവലപ്പ് ചെയ്യുകയില്ല. കാരണമുണ്ട്, കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള കറണ്ടാണ് S2വിൽ കൂടി പോകുന്നത്. കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള കറണ്ട് ഒരു കോൺസ്റ്റൻ്റ് മാഗ്നറ്റിക് ഫീൽഡാണ് ഈ ഒരു S2വിൻ്റെ ഉള്ളിൽ ജനറേറ്റ് ചെയ്യുകയുള്ളൂ. S1ന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. എന്നാൽ ആ മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചേഞ്ച് ചെയ്യുന്നില്ല. കാരണം കോൺസ്റ്റൻ്റ് കറണ്ടാണ് S2വിൽ കൂടി പോകുന്നത്. ഇനി ആ S2വിൽ കൂടി പോകുന്ന കറൻറ്റിനെ നിങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ S2വിൻ്റെ ഉള്ളിലത്തെ മാഗ്നറ്റിക് ഫീൽഡ് മാറും. അങ്ങനെയെങ്കിൽ ആ ചേഞ്ച് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിലാണ്, മാറുന്ന മാഗ്നറ്റിക് ഫീൽഡിലാണ് നമ്മൾ ആരെ വെച്ചിരിക്കുന്നത്? S1നെ വെച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും S1ൽ എന്ത് ഡെവലപ്പ് ചെയ്യും? ഒരു ഇൻഡ്യൂസ്ഡ് EMF, ഒരു ഇൻഡ്യൂസ്ഡ് കറണ്ട് ഡെവലപ്പ് ചെയ്യും. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന ഫിനോമിനൻ വഴി S1ൽ ഒരു ഇൻഡ്യൂസ്ഡ് EMF അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ഏത് രീതിയിൽ നമുക്ക് S2വിലത്തെ കറണ്ട് മാറ്റാൻ സാധിക്കും? അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ കയ്യിൽ ആരുള്ളത്? റിയോസ്റ്റാറ്റ് ഉള്ളത്. റിയോസ്റ്റാറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ആ I എന്ന് പറയുന്ന കറണ്ട്, S2വിൽ കൂടി പോകുന്ന I എന്ന് പറയുന്ന കറണ്ട് നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കും. കറണ്ട് മാറുന്നതോടുകൂടി ഈ S2വിൻ്റെ ഉള്ളിലെ മാഗ്നറ്റിക് ഫീൽഡ് മാറും. മാഗ്നറ്റിക് ഫീൽഡ് മാറുന്നു. ആ മാറുന്ന മാഗ്നറ്റിക് ഫീൽഡിലാണ് നമ്മൾ S1നെ വെച്ചിരിക്കുന്നത്. S1ന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് മാറുന്നതുകൊണ്ട് S1ൽ തന്നെ ഒരു ഇൻഡ്യൂസ്ഡ് EMF ഡെവലപ്പ് ചെയ്യും, ഇൻഡ്യൂസ്ഡ് കറണ്ട് ഡെവലപ്പ് ചെയ്യും. ആ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഏത് രീതിയിൽ, അതായത് ഏത് ഡയറക്ഷനിലാണ്, ഇവിടെ നിന്ന് അങ്ങോട്ടാണോ അതോ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണോ, ഡയറക്ഷൻ കൃത്യമായിട്ട് ഗാലനോമീറ്റർ നമുക്ക് കാണിച്ചു തരും. അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള മാഗ്നിറ്റ്യൂഡൊക്കെ നമുക്ക് വേണമെങ്കിൽ പ്രിഡിക്റ്റ് ചെയ്യാം. കൃത്യമായിട്ട് ഇത്ര ആംപിയർ കറണ്ട് ഉണ്ടാകുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ലെങ്കിലും ആ ഗാലനോമീറ്റർ വളരെ വലിയൊരു ഡിഫ്ലക്ഷനാണ് കാണിക്കുന്നതെങ്കിൽ ഒരുപാട് കറണ്ട് ഉണ്ടാകുന്നു. വളരെ കുറച്ച് ഡിഫ്ലക്ഷനേ ഉള്ളുവെങ്കിൽ കുറച്ച് കറണ്ട് ഉണ്ടാകുന്നുള്ളൂ. ഡിഫ്ലക്ഷനൊന്നും ഇല്ലെങ്കിൽ അവിടെ കറണ്ടൊന്നും ഉണ്ടാകുന്നില്ല. ഇത്രയും കാര്യങ്ങൾ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഈ ഒരു ഗ്രീൻ കളറിലുള്ള സോളിനോയിഡിൽ ക്ലോക്ക് വൈസ് ആയിട്ടാണോ കറണ്ട് പോകുന്നത്, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണോ കറണ്ട് പോകുന്നതൊക്കെ നമുക്ക് ഗാലനോമീറ്റർ വഴി കണ്ടെത്താനായിട്ട് സാധിക്കും. ഇൻഡ്യൂസ്ഡ് കറൻറ്റിൻ്റെ പ്രസൻസും ഇൻഡ്യൂസ്ഡ് കറൻറ്റിൻ്റെ ഡയറക്ഷനും നമുക്ക് ഗാലനോമീറ്റർ വഴി കണ്ടെത്താനായിട്ട് സാധിക്കും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ S2 എന്ന് പറയുന്ന സോളിനോയിഡിൻ്റെ ഉള്ളിൽ കൂടി പോകുന്ന കറണ്ട് റിയോസ്റ്റാറ്റ് ഉപയോഗിച്ച് നമ്മൾ മാറ്റുന്നു. കറണ്ട് മാറുന്നതിനനുസരിച്ച് S2വിൻ്റെ ഉള്ളിലെ മാഗ്നറ്റിക് ഫീൽഡ് മാറുന്നു.
അങ്ങനെ മാറുന്ന മാഗ്നറ്റിക് ഫീൽഡിലിരിക്കുന്ന S1 ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന ഫിനോമിനൻ വഴി ഒരു ഇൻഡ്യൂസ്ഡ് EMF അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് കറണ്ട് ജനറേറ്റ് ചെയ്യുന്നു. ആ ഇൻഡ്യൂസ്ഡ് കറണ്ടിൻ്റെ പ്രസൻസും ഡയറക്ഷനും നമുക്ക് ഗാലനോമീറ്റർ വഴി കണ്ടെത്താനായിട്ട് സാധിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് അതിൻ്റെ വർക്കിങ്ങിൽ നമുക്ക് പറയാനായിട്ടുള്ളത്. അതേ രീതിയിൽ അതിൻ്റെ കൺസ്ട്രക്ഷണൽ ഡീറ്റെയിൽസ്. ഇനി ബാക്കിയുള്ള വിവരങ്ങളിലേക്ക് നമുക്ക് പോകാം. If phi1 is the flux associated with one turn of S1, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു S1 എന്ന് പറയുന്ന സോളിനോയിഡ്, അതായത് നമ്മുടെ ചെറിയ സോളിനോയിഡ്, റേഡിയസ് കുറവുള്ള S1 എന്ന് പറയുന്ന സോളിനോയിഡ് ഇരിക്കുന്നത് ഒരു മാഗ്നറ്റിക് ഫീൽഡിലാണ്. ആര് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡാണ്? S2 പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡാണ്. അങ്ങനെയെങ്കിൽ തീർച്ചയായും ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? S1മായി ബന്ധപ്പെട്ടിരിക്കുന്നു. വിചാരിക്കുക phi1 ആദ്യത്തെ സോളിനോയിഡ് ആയതുകൊണ്ടാണ് നമ്മളതിനെ phi1 എന്ന് വിളിക്കുന്നത്. phi1 എന്ന് പറയുന്നത് S1മായി ബന്ധപ്പെട്ട ഫ്ലക്സ് ആണ്. S1ൻ്റെ ഒരു ടേണുമായി ബന്ധപ്പെട്ട ഫ്ലക്സ് ആണ്. ഇനി S1ലുള്ള ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് N1ഉം S2വിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ക്യാപിറ്റൽ N2മാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ പറയാൻ സാധിക്കും. ഒന്ന്, സ്മോൾ ലെറ്റർ n. എന്തായിരുന്നു സ്മോൾ ലെറ്റർ n? നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്. അങ്ങനെയെങ്കിൽ N1 ഈസ് ഈക്വൽ ടു ആദ്യത്തെ സോളിനോയിഡുമായി ബന്ധപ്പെട്ട ടേമാണ് N1. സ്മോൾ ലെറ്റർ N1 ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ N1 ഡിവൈഡഡ് ബൈ L. അതായത് നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്, ദാറ്റ് ഈസ് സ്മോൾ ലെറ്റർ n. ആ ഒരു ഡെഫിനിഷൻ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. അങ്ങനെയെങ്കിൽ സ്മോൾ ലെറ്റർ N1 ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ N1 ഡിവൈഡഡ് ബൈ L. അല്ലെങ്കിൽ ഈ ഒരു Lനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക, ക്യാപിറ്റൽ N1 ഈസ് ഈക്വൽ ടു N1 ഇൻറ്റു L എന്ന് എഴുതാനായിട്ട് സാധിക്കും. ഇനി N2 മുകളിൽ എഴുതിയ അതേ ഇക്വേഷൻ പോലെ തന്നെ നമുക്ക് N2 എഴുതാം. N2 ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ N2 ഡിവൈഡഡ് ബൈ L. Lനെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ N2 ഈസ് ഈക്വൽ ടു N2 ഇൻറ്റു L. അതായത് ക്യാപിറ്റൽ N2 ഈസ് ഈക്വൽ ടു സ്മോൾ ലെറ്റർ N2 ഇൻറ്റു L. ഈ രണ്ട് കാര്യങ്ങളെയും നമുക്ക് ഇക്വേഷൻ 1 ആയിട്ട് പരിഗണിക്കാം. ഇനി നമ്മൾ വീണ്ടും നമ്മുടെ പഴയ ഒരു കോൺസെപ്റ്റിലേക്ക് തിരിച്ചു പോകുന്നു. S1 എന്ന് പറയുന്ന ഫസ്റ്റത്തെ സോളിനോയിഡ് S1മായി ബന്ധപ്പെട്ട മാഗ്നറ്റിക് ഫ്ലക്സ് ആണ് phi1. ഒരു ടേണിൻ്റെ മാഗ്നറ്റിക് ഫ്ലക്സ് ആണ് phi1. നമ്മൾ മുമ്പേ പഠിച്ചിട്ടുണ്ട് ഫ്ലക്സ് ആരുമായി ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്? കറൻറ്റുമായി ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. അങ്ങനെയെങ്കിൽ phi1 പ്രൊപ്പോർഷണൽ ടു I2 എന്ന് നമുക്ക് എഴുതാം. I2 എന്നതുകൊണ്ട് അവർ ഉദ്ദേശിച്ചത് രണ്ടാമത്തെ സോളിനോയിഡിൽ കൂടി കടന്നു പോകുന്ന കറൻറ്റാണ്. അപ്പോൾ ഞാൻ വേണമെങ്കിൽ I എന്ന് പറയുന്ന ടേമിനെ മാറ്റി I2 എന്ന് എഴുതാം. അതായത് രണ്ടാമത്തെ സോളിനോയിഡിൽ കൂടി പോകുന്ന കറണ്ട് ആയതുകൊണ്ടാണ് നമ്മളതിനെ I2 എന്ന് വിളിക്കുന്നത്. ഓക്കെ, ആദ്യത്തെ സോളിനോയിഡാണ് S1. ആ S1ൻ്റെ മാഗ്നറ്റിക് ഫ്ലക്സിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് ആരാണ്? S2 എന്ന് പറയുന്ന ആ സോളിനോയിഡിൽ കൂടി പോകുന്ന കറണ്ടാണ്. കറണ്ട് കൂടുന്തോറും S2വിൽ കൂടി പോകുന്ന കറണ്ടാണ് I2 കൂടുന്തോറും S2വിൻ്റെ ഉള്ളിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് കൂടുകയും S1മായി ബന്ധപ്പെട്ട മാഗ്നറ്റിക് ഫ്ലക്സ് കൂടുകയും ചെയ്യും. എല്ലാം ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. I2 പ്രൊപ്പോർഷണൽ ടു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ S2. ദാറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു മാഗ്നറ്റിക് ഫ്ലക്സ് റിഗാർഡിംഗ് S1. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് പറയാം? phi1 മാഗ്നറ്റിക് ഫ്ലക്സ് അബൌട്ട് S1. അതായത് S1ൻ്റെ മാഗ്നറ്റിക് ഫ്ലക്സ് ആരുമായി ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്? S2വിൽ കൂടി പോകുന്ന കറൻറ്റുമായി ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. phi1 പ്രൊപ്പോർഷണൽ ടു I2. ഇനി നമുക്ക് എത്ര ടേൺസ് ഉണ്ട്? അതായത് S1 എന്ന് പറയുന്ന ഈ ആദ്യത്തെ സോളിനോയിഡിൽ എത്ര ടേൺസ് ഉണ്ട്? ക്യാപിറ്റൽ N1 ടേൺസ് ഉണ്ട്. അങ്ങനെയെങ്കിൽ phi1മായി ബന്ധപ്പെട്ട ഒരു ഇക്വേഷനാണ് phi1 പ്രൊപ്പോർഷണൽ ടു I2. അങ്ങനെയെങ്കിൽ ടോട്ടൽ ഫ്ലക്സ് N1 phi1 വരും. N1 phi1 ഈസ് ഓൾസോ പ്രൊപ്പോർഷണൽ ടു I2 എന്ന് എഴുതാനായിട്ട് നമുക്ക് സാധിക്കും. ഇങ്ങനെ ഇവിടെ ഒരു പ്രൊപ്പോർഷണാലിറ്റി സൈൻ ഉണ്ട്. ആ പ്രൊപ്പോർഷണാലിറ്റി സൈൻ നമുക്ക് എന്ത് ചെയ്യണം? മാറ്റണം. അതിനുവേണ്ടി സാധാരണഗതിയിൽ നമ്മൾ എന്താണ് ചെയ്യാറ്? ഒരു കോൺസ്റ്റൻറ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അതായത് ഒരു കോൺസ്റ്റൻ്റ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. റൈറ്റ് സൈഡ് ഒരു കോൺസ്റ്റൻ്റ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിൽ, ആ ഒരു മെത്തേഡിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത കോൺസ്റ്റൻ്റ് ആയിരുന്നു സെൽഫ് ഇൻഡക്റ്റൻസ്, ക്യാപിറ്റൽ L. ഇവിടെ അതേപോലെ നമുക്കൊരു കോൺസ്റ്റൻറ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ടുണ്ട്. നോക്കാം നമുക്കത് ആരാണെന്ന്. N1 phi1, ഇവിടെയുള്ള N1 phi1 ഈക്വൽ ടു പ്രൊപ്പോർഷണാലി സൈൻ അവിടെ നിന്ന് മാറി ഈക്വൽ ടു M12 I2. M സഫിക്സ് 12 I2, ദാറ്റ് ഈസ് ഇക്വേഷൻ 2. ഇതായിരുന്നു നമ്മുടെ ഇക്വേഷൻ 1, ഇത് ഇക്വേഷൻ 2 ആണ്. ഇനി ആരാണ് ഈ M12? M12ന് വിളിക്കുന്ന പേരാണ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. ആരുടെയാണ് നോക്കാം.
M12 it is mutual inductance of solenoid S1 with respect to S2. അതായത് ഇവിടെ ഒരു ഇൻഡ്യൂസർ കറണ്ട് അതല്ലെങ്കിൽ ഇൻഡ്യൂസഡ് EMF ഡെവലപ്പ് ചെയ്തത് എവിടെയാണ്? S1-ൽ. ആര് കാരണമാണ്? S2 കാരണം. അതുകൊണ്ട് ഒരു മ്യൂച്വൽ ഇൻഡക്ഷൻ അവിടെ ഉണ്ടായി. പരസ്പരം, അതായത് മ്യൂച്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരമാണ്. ഇവർ പരസ്പരം സഹകരിച്ചുകൊണ്ട് S1 S2 എന്ന് പറയുന്ന രണ്ട് സോളിനോയിഡ് പരസ്പരം സഹകരിച്ചുകൊണ്ട് എന്ത് സംഭവിച്ചു? അവിടെ ഒരു മ്യൂച്വൽ ഇൻഡക്ഷൻ സംഭവിച്ചു. അതായത് S1-ൽ ഒരു ഇൻഡ്യൂസർ കറണ്ട് ഡെവലപ്പ് ചെയ്തു. അതുകൊണ്ടാണ് നമ്മളിവിടെ M12 എന്ന് എഴുതിയത്. തിരിച്ചായിരുന്നെങ്കിലോ, അതായത് S1-ൽ കൂടി നമ്മളൊരു കറണ്ട് കടത്തിവിടുകയും S2-ലാണ് ഇൻഡ്യൂസർ കറണ്ട് ഡെവലപ്പ് ചെയ്യുകയും അത്രയുമാണ് കാര്യങ്ങളെങ്കിൽ ഈ ഒരു സഫിക്സുകൾ ഒരല്പം മാറും. അതായത് ജസ്റ്റ് ചേഞ്ച് ചെയ്യും. അവിടെ നമുക്ക് M21 എന്ന് പറയേണ്ടി വരും. അതായത് S1-ൽ കൂടി കറണ്ട് കടത്തിവിടുകയും S2-ൽ ഒരു ഇൻഡ്യൂസർ കറണ്ട് ഡെവലപ്പ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഈ ഒരു കോൺസ്റ്റൻറ്റിനെ വിളിക്കുക M12 എന്നല്ല, M21 എന്നാണ്. അതായത് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് സെക്കൻഡ് സോളിനോയിഡ് വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് സോളിനോയിഡ്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ S2-ൽ കൂടിയുള്ള കറണ്ട് മാറുന്നത് കൊണ്ട് S1-ൽ ഒരു ഇൻഡ്യൂസ്ഡ് EMF ജനറേറ്റ് ചെയ്യുന്നു. ആ ഒരു ഫിനോമിനനെ, ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. അതുകൊണ്ട് നമ്മളിവിടെ M12 എന്ന് എഴുതിയിരിക്കുന്നു. M12നെ വിളിക്കുന്ന പേരാണ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് സോളിനോയിഡ് S1 വിത്ത് റെസ്പെക്ട് ടു S2. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഇക്വേഷൻ 2 ആയിട്ട് പരിഗണിച്ചിരിക്കുന്നു. ഇനി കുറച്ചും കൂടി ഡെറിവേഷൻ നമുക്ക് ബാക്കിയുണ്ട്. നോക്കാം നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത്. വി ഹാവ് φ1 ഈക്വൽ ടു B2 ഡോട്ട് A1. ഇവിടെ ശരിക്കും മാഗ്നറ്റിക് ഫ്ലക്സ് ആണ് ഉദ്ദേശിക്കുന്നത്. മാഗ്നറ്റിക് ഫ്ലക്സ് ഇസ് ഈക്വൽ ടു B ഡോട്ട് A ആണെന്ന് നമുക്കറിയാം. B ഡോട്ട് A ഇവിടെ ആരുമായി ബന്ധപ്പെട്ട മാഗ്നറ്റിക് ഫ്ലക്സ് ആണ്? ഫസ്റ്റത്തെ സോളിനോയിഡുമായി ബന്ധപ്പെട്ട മാഗ്നറ്റിക് ഫ്ലക്സ് ആണ്. അതായത് φ1 ഈക്വൽ ടു B ഡോട്ട് A ആണ് നമുക്ക് ആവശ്യം. പക്ഷേ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? രണ്ടാമത്തെ സോളിനോയിഡാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് കൊടുക്കേണ്ടി വരും? B2 ഡോട്ടാണത്, ഡോട്ട് പ്രൊഡക്റ്റ് ആണ് A1. ഫസ്റ്റത്തെ സോളിനോയിഡുമായി ബന്ധപ്പെട്ട മാഗ്നറ്റിക് ഫ്ലക്സ് ആയതുകൊണ്ട് നമ്മൾ ഫസ്റ്റത്തെ സോളിനോയിഡിൻ്റെ തന്നെ ഏരിയ ഓഫ് റൊട്ടേഷൻ എടുക്കണം. ഇവിടെ ചെറിയൊരു മാറ്റമേ ഉള്ളൂ. ഫസ്റ്റത്തെ സോളിനോയിഡ് ഇരിക്കുന്നത് രണ്ടാമത്തെ സോളിനോയിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിലാണ്. അതുകൊണ്ട് φ1 ഈക്വൽ ടു B1 ഡോട്ട് A1 എഴുതാനായിട്ട് സാധിക്കുകയില്ല. കാരണം മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് രണ്ടാമത്തെ സോളിനോയിഡാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് കൊടുക്കേണ്ടി വരും? B2 ഡോട്ട് A1 എന്ന് കൊടുക്കേണ്ടി വരും. നമ്മളിതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഡോട്ട് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് എക്സ്പാൻഡ് ചെയ്യാം. എന്ത് വരും? B2 A1 കോസ് തീറ്റ. തീറ്റ എന്ന് പറയുന്നത് ശരിക്കും എന്താ? മാഗ്നറ്റിക് ഫീൽഡും ഏരിയ വെക്ടറും തമ്മിലുള്ള ആംഗിളാണ്. നോക്കാം നമുക്ക് എങ്ങനെയാണ് വരിക. ഞാൻ ഇവിടെ നിന്ന് നോക്കിയപ്പോൾ കറണ്ട് നേരെ മുകളിലേക്കാണ് പോകുന്നത്. ഞാൻ ഇവിടെ നോക്കിയപ്പോൾ ഇവിടെ ക്ലോക്ക് വൈസ് ആയിട്ടാണ് കറണ്ട് പോകുന്നതെന്ന് വിചാരിക്കുക. അതായത് S2-ൽ കൂടി ക്ലോക്ക് വൈസ് ആയിട്ടാണ് കറണ്ട് പോകുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഭാഗം സൗത്ത് പോളും ഇപ്പറയുള്ള ഭാഗം നോർത്ത് പോളും ആയിരിക്കും. ഇതിൻ്റെ ഉള്ളിലെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ സൗത്തിൽ നിന്ന് നോർത്തിലേക്കാണ്. ശരിക്കും ഇതൊരു ബാർ മാഗ്നറ്റാണ്, അല്ലെങ്കിൽ ബാർ മാഗ്നറ്റിനെ പോലെ ആക്ട് ചെയ്യും. ബാർ മാഗ്നറ്റിൻ്റെ അതും അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിൻ്റെ ഉള്ളിലുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ സൗത്തിൽ നിന്ന് നോർത്തിലേക്കാണ്. ഇത് സൗത്തും അത് നോർത്തുമാണ്. അപ്പോൾ നേരെ ഇങ്ങോട്ടാണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. സൗത്തിൽ നിന്ന് നോർത്തിലേക്ക് തന്നെയാണ് മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെയും ഡയറക്ഷൻ. മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ തന്നെയാണ് ഏരിയ വെക്ടറിൻ്റെയും ഡയറക്ഷൻ. അതായത് മാഗ്നറ്റിക് ഫീൽഡ്, മാഗ്നറ്റിക് മൊമെൻറ്റ്, ഏരിയ വെക്ടർ എല്ലാവരുടെയും ഡയറക്ഷൻ ഒന്ന് തന്നെയാണ് ഈ കേസിൽ. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് പറയാം മാഗ്നറ്റിക് ഫീൽഡും ഏരിയ വെക്ടറും ഒരേ ഡയറക്ഷനിലാണ്, രണ്ടും പാരലലാണ്. അതുകൊണ്ട് തീറ്റയ്ക്ക് നമുക്ക് എന്ത് കൊടുക്കാം? 0 കൊടുക്കാം. ഇക്വേഷൻ എങ്ങനെ മാറും? φ1 ഈക്വൽ ടു B2 ഇൻറ്റു A1 ആയിട്ട് മാറും. കാരണം തീറ്റയ്ക്ക് നമ്മൾ 0 കൊടുത്തു കഴിഞ്ഞാൽ cos 0 വരും. cos 0 1 ആണ്. അങ്ങനെയെങ്കിൽ φ1 ഈക്വൽ ടു B2 A1 എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് കിട്ടും. ഇനി രണ്ട് സൈഡിൽ നിങ്ങൾ N1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ മാറും? N1 φ1 ഈക്വൽ ടു N1 B2 A1. ഇവിടെ നമുക്കൊരു N1 φ1 ഉണ്ട്. N1 φ1 ഈക്വൽ ടു M12 I2 ഇക്വേഷൻ 2 ആയിരുന്നു അത്. ഇവിടെ നമുക്ക് മറ്റൊരു ഇക്വേഷൻ കിട്ടിയിരിക്കുന്നു. N1 φ1 ഈക്വൽ ടു N1 ഇൻറ്റു B2 ഇൻറ്റു A1. നമ്മളതിനെ ഇക്വേഷൻ 3 ആയിട്ട് ലേബൽ ചെയ്യുന്നു. നമ്മൾ ഇതുവരെ 3 ഇക്വേഷൻസ് ആണ് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തെ ഇക്വേഷൻ ഇതായിരുന്നു. N1 ഇസ് ഈക്വൽ ടു N1 ഇൻറ്റു L, N2 ഇസ് ഈക്വൽ ടു സ്മോൾ ലെറ്റർ N2 ഇൻറ്റു L. അതായിരുന്നു ഇക്വേഷൻ 1. ഇക്വേഷൻ 2 ആയിരുന്നത്
N1 = M12 I2 ആണ്. ഇനി നേരത്തെ നമ്മൾ പഠിച്ച കാര്യങ്ങളിൽ നിന്ന് നമ്മൾ ഇക്വേഷൻ 3യും കണ്ടെത്തിയിരുന്നു. N1 = N1 B2 A1. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ്. ഇനി എന്താണ് ഈ B2, ക്യാപിറ്റൽ B2? രണ്ടാമത്തെ സോളിനോയിഡ്, അതായത് S2 എന്ന് പറയുന്ന സോളിനോയിഡ് I2 എന്ന് പറയുന്ന കറൻറ്റ് കാരണം ആ സോളിനോയിഡിൻ്റെ ഉള്ളിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ്, അതാണ് B2. നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ളതാണ്. ഒരു സോളിനോയിഡിൻ്റെ ഉള്ളിൽ കൂടി നമ്മൾ കറൻറ്റ് കടത്തി വിട്ട് കഴിഞ്ഞാൽ ആ സോളിനോയിഡ് ഒരു ബാർ മാഗ്നറ്റായിട്ട് ആക്ട് ചെയ്യും. ആ സോളിനോയിഡിൻ്റെ ഉള്ളിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിരിക്കും. ആ മാഗ്നറ്റിക് ഫീൽഡിനുള്ള ഇക്വേഷനും നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഓക്കെ, കഴിഞ്ഞ ചാപ്റ്ററുകളിലായിട്ട് നമ്മൾ ഒരു കറൻറ്റ് ക്യാരിങ് സോളിനോയിഡിൻ്റെ ഉള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിനുള്ള ഇക്വേഷൻ കണ്ടെത്തിയിട്ടുണ്ട്. ഇതായിരുന്നു ആ ഇക്വേഷൻ. B = μ0 n × I. അതിൽ μ0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ്, അതല്ലെങ്കിൽ പെർമിയബിലിറ്റി ഓഫ് എയർ. n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്. I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ സോളിനോയിഡിൻ്റെ ഉള്ളിൽ കൂടി പോകുന്ന കറൻറ്റുമാണ്. ആ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് നമ്മൾക്ക് വളരെ സിമ്പിളായി B2 കണ്ടെത്താൻ പറ്റും. B2 = μ0, മാറ്റമൊന്നുമില്ല. പക്ഷേ NI ആണ് സാധാരണ ഇക്വേഷൻ. μ0 NI ആണ് സാധാരണ ഇക്വേഷൻ. പക്ഷേ ഇവിടെ നിങ്ങൾ Nന് പകരം N2 കൊടുക്കണം. കാരണം നമ്മൾ കൺസിഡർ ചെയ്യുന്നത് രണ്ടാമത്തെ സോളിനോയിഡാണ്, അതായത് S2 ആണ്. ഇനി μ0 NIയിൽ Iക്ക് പകരം I2 കൊടുക്കണം. കാരണം ഈ ഒരു S2 എന്ന് പറയുന്ന സോളിനോയിഡിൻ്റെ ഉള്ളിൽ കൂടി പോകുന്ന കറൻറ്റ് I2 ആണ്. അങ്ങനെയെങ്കിൽ B2 = μ0 N2 I2 എന്ന് പറഞ്ഞ് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അത് ഇക്വേഷൻ 4 ആണ്. ഇക്വേഷൻ 1 ഒന്ന് ഓർത്ത് വെച്ചോളൂ. N1 = N1 × L, N2 = N2 × L. ഇവിടെ ഇക്വേഷൻ 3യിൽ ഇവിടെ ഒരു N1 കിടക്കുന്നുണ്ട് ഇല്ലേ? ആ N1 നമുക്ക് എന്ത് കൊടുക്കാം? N1 × L എന്ന് പറഞ്ഞു കൊടുക്കാം. അതുപോലെ തന്നെ ഒരു B2 ഉണ്ട്. ആ B2ന് പകരം നമുക്ക് വേണമെങ്കിൽ μ0 N2 I2 കൊടുക്കാം. അങ്ങനെയെങ്കിൽ ഇക്വേഷൻ 3 എന്തായിട്ട് മാറും? ലെഫ്റ്റ് സൈഡ് നമ്മൾ കാര്യമായിട്ട് മാറ്റങ്ങളൊന്നും വരുത്തുന്നില്ല. കാരണം നമുക്ക് കമ്പയർ ചെയ്യണം. ഇക്വേഷൻ 2വുമായിട്ട് കമ്പയർ ചെയ്യാനായിട്ടുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ഈ വക മാറ്റങ്ങളൊക്കെ വരുത്തുന്നത്. അതുകൊണ്ട് ലെഫ്റ്റ് സൈഡിനെ നമ്മൾ കാര്യമായിട്ട് മാറ്റുന്നില്ല, റൈറ്റ് സൈഡിനെ മാത്രമേ മാറ്റുന്നുള്ളൂ. ഇങ്ങനെയാണ് മാറ്റങ്ങൾ വരിക. N1ന് പകരം നിങ്ങൾക്ക് ഇവിടെ n1 × L കൊടുക്കാം. B2ന് പകരം μ0 N2 I2 കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ 3 എന്തായിട്ട് മാറും? ഇക്വേഷൻ 3 ബിക്കംസ്, ലെഫ്റ്റ് സൈഡിനെ ഞാൻ മാറ്റുന്നില്ല, N1 = N1ന് പകരം N1L × B2ന് പകരം μ0 N2 I2 × A1 ഞാൻ അങ്ങനെ തന്നെ ഇട്ടിട്ടുണ്ട്. A1 എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ആദ്യത്തെ സോളിനോയിഡിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനാണ്. അതിൻ്റെ റേഡിയസ് r1 ആണ് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ π × r1 എന്ന് വേണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അത് ഞാൻ ഇക്വേഷൻ 5 എന്നും എഴുതി. അപ്പോൾ ഇക്വേഷൻ 2ൽ ഒരു ലെഫ്റ്റ് സൈഡ് N1 ഉണ്ട്. ഇക്വേഷൻ 5ലും ലെഫ്റ്റ് സൈഡ് N1 ഉണ്ട്. അങ്ങനെയെങ്കിൽ ഇക്വേഷൻ 2വും ഇക്വേഷൻ 5വും നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. കമ്പയർ ഇക്വേഷൻ 2 ആൻഡ് 5. രണ്ടിൻ്റെയും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡ് ഇക്വേറ്റ് ചെയ്യാനായി സാധിക്കും. അങ്ങനെയെങ്കിൽ M12 I2 = അതായത് ഇക്വേഷൻ 2വിൻ്റെ RHS = ഇക്വേഷൻ 5ൻ്റെ RHS N1L × μ0 N2 I2 × A1. ഇവിടെ LHSലും RHSലും കോമൺ ആയിട്ട് വരുന്ന ഒരാളാണ് I2. അപ്പോൾ I2നെ നമുക്ക് എന്ത് ചെയ്ത് കളയാം? ക്യാൻസൽ ചെയ്ത് കളയാം. നമുക്ക് അവസാനം മാർക്കുള്ള ഇക്വേഷൻ കിട്ടും. മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് ഫസ്റ്റ് സോളിനോയിഡ് വിത്ത് റെസ്പെക്ട് ടു സെക്കൻഡ് സോളിനോയിഡ് ലഭിക്കും μ0 N1 N2 A1 × L. അതായത് ഞാൻ ഈ മുകളിലുള്ള ഇക്വേഷനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയെന്നുള്ളൂ. I2 ക്യാൻസൽ ആയിപ്പോയി, ബാക്കിയുള്ള ടേമുകളെ ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി. അങ്ങനെയെങ്കിൽ ഇക്വേഷൻ നമുക്ക് എങ്ങനെ കിട്ടും? M12 = μ0 N1 N2 A1 × L. ഇതാണ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് ഫസ്റ്റ് സോളിനോയിഡ്, അതായത് S1 വിത്ത് റെസ്പെക്ട് ടു സെക്കൻഡ് സോളിനോയിഡ് S2. μ0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. N1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റത്തെ സോളിനോയിഡിലുള്ള നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്. N2 എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ രണ്ടാമത്തെ സോളിനോയിഡിൻ്റെ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്. A1 എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ
ആദ്യത്തെ സോളിനോയിഡിൻ്റെ അതായത് S1ൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത് ആണ്. രണ്ടിൻ്റെയും ലെങ്ത് സെയിം ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലെങ്ത് എടുക്കാനായി സാധിക്കും. A1ന് പകരം വേണമെങ്കിൽ പൈ ഇൻറ്റു R1² എന്ന് കൊടുക്കാം. A1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറിയ സോളിനോയിഡിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്. അതിൻ്റെ റേഡിയസ് സ്മോൾ ലെറ്റർ R1 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A1 = പൈ ഇൻറ്റു R1² എന്ന് എഴുതാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മൾ മ്യൂച്വൽ ഇൻഡക്റ്റൻസിനുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്തു കഴിഞ്ഞു. എന്തായിരുന്നു ഇക്വേഷൻ എന്ന് ഓർത്തെടുക്കാം. M12 മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് ഫസ്റ്റ് സോളിനോയിഡ് വിത്ത് റെസ്പെക്ട് ടു ദ സെക്കൻഡ് സോളിനോയിഡ്. മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് S1 വിത്ത് റെസ്പെക്ട് ടു S2 = μ0 ഇൻറ്റു N1 N2. ഇവിടെ കിടക്കുന്നുണ്ട് ഇക്വേഷൻ μ0 ഇൻറ്റു N1 N2 ഇൻറ്റു A1 ഇൻറ്റു L. അതായിരുന്നു ഇക്വേഷൻ. ഇനി കുറച്ച് കാര്യങ്ങൾ നമുക്ക് ആ മ്യൂച്വൽ ഇൻഡക്റ്റൻസുമായി ബന്ധപ്പെടുത്തി പറയാനുണ്ട്. ആ ഒരു പോയിന്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ സോളിനോയിഡിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ച് മീഡിയങ്ങളെ ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. മീഡിയങ്ങളെ വെക്കാത്തപ്പോൾ ഉള്ള മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ആണ് M12 = μ0 ഇൻറ്റു N1 N2 A1 ഇൻറ്റു L. ഇനി നമ്മളൊരു മീഡിയം കൊണ്ട് വെച്ചാലോ എന്തായിരിക്കും അവസ്ഥ നോക്കാം നമുക്ക്. If a medium of relative permeability μr is present inside the solenoid, then M12 നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? ആദ്യത്തെ μ0 ആയിരുന്നു. μ0 ഇൻറ്റു N1 N2 A1 ഇൻറ്റു L. μ0 വരാൻ കാരണം ആ സോളിനോയിഡുകളുടെ ഉള്ളിലൊന്നും മീഡിയം പ്രസൻറ്റ് അല്ലായിരുന്നു. നമ്മളൊരു മീഡിയം കൊണ്ടുവച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് μ0 എഴുതാനായിട്ട് സാധിക്കുകയില്ല. മ്യൂ എന്ന് പറയുന്നത് എഴുതേണ്ടി വരും. മ്യൂ എന്താണെന്ന് അറിയാം. ആ മീഡിയത്തിൻ്റെ അതല്ലെങ്കിൽ നമ്മൾ വെക്കുന്ന ആ രണ്ട് സോളിനോയിഡിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സോളിനോയിഡിൻ്റെ ഉള്ളിൽ വെക്കുന്ന ആ മീഡിയത്തിൻ്റെ പെർമിയബിലിറ്റിയാണ്. μ0 എന്ന് പറയുന്നത് എയറിൻ്റെ അല്ലെങ്കിൽ വാക്വത്തിൻ്റെ പെർമിയബിലിറ്റി ആയിരുന്നു. മീഡിയം വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് μ0 എഴുതാനായിട്ട് സാധിക്കുകയില്ല. നമുക്ക് മ്യൂ എഴുതേണ്ടി വരും. ഇക്വേഷൻ ഇങ്ങനെ മാറും. M12 = μ ഇൻറ്റു N1 N2 A1 ഇൻറ്റു L എന്ന് എഴുതേണ്ടി വരും. ഇനി മ്യൂ എന്ന് പറയുന്നത് എന്താണ്? പെർമിയബിലിറ്റി ഓഫ് മീഡിയമാണ്. റിലേറ്റീവ് പെർമിയബിലിറ്റിയും പെർമിയബിലിറ്റി ഓഫ് മീഡിയവും പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസും ഒക്കെ തമ്മിലുള്ള ഒരു റിലേഷൻ നമുക്കറിയാം. ഇതാണ് ആ ഇക്വേഷൻ. റിലേറ്റീവ് പെർമിയബിലിറ്റി μr = μ ഡിവൈഡഡ് ബൈ μ0. μ0 നിങ്ങൾ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ എന്ത് കിട്ടും? μr ഇൻറ്റു μ0 = μ. അതായത് മ്യൂവിന് പകരം എന്ത് എഴുതാം? μr μ0 എന്ന് പറയുന്നത് എഴുതാനായിട്ട് സാധിക്കും. M12 = μr ഇൻറ്റു μ0 N1 N2 A1 ഇൻറ്റു L. അതായത് μ0 N1 N2 A1 ഇൻറ്റു L എന്തായിരുന്നു? പഴയ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ആയിരുന്നു. പുതിയ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് μr ടൈംസ് പഴയ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് നമുക്ക് എഴുതാൻ പറ്റും. അതായത് പുതിയതാണ്. മീഡിയം വെച്ചതിന് ശേഷമുള്ള മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ആണ് M12. ഞാനതിന് വേണമെങ്കിൽ M12' എന്ന് കൊടുക്കാം. എന്താ M12' മീഡിയം വെച്ചതിന് ശേഷമുള്ള മ്യൂച്വൽ ഇൻഡക്റ്റൻസ് = μr ടൈംസ് M12. അതായത് M12 എന്ന് പറയുന്നത് പഴയതാണ്. മീഡിയം വെക്കാത്തപ്പോഴുള്ള മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ആണ് M12. മീഡിയം വെച്ചതിന് ശേഷമുള്ള മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ആണ് M12'. അങ്ങനെയെങ്കിൽ M12' = μr ടൈംസ് M12. അതായത് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് നമ്മളൊരു മീഡിയം വെച്ച് കഴിഞ്ഞാൽ സോളിനോയിഡിൻ്റെ ഉള്ളിൽ നമ്മളൊരു മീഡിയം വെച്ച് കഴിഞ്ഞാൽ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് μr ടൈംസ് ഇൻക്രീസ് ചെയ്യും, വർദ്ധിക്കും. ഇതാണ് നമ്മുടെ ആദ്യത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, ദ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് S2 വിത്ത് റെസ്പെക്ട് ടു S1. അതായത് ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് M12-നെയാണ്. മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് S1 വിത്ത് റെസ്പെക്ട് ടു S2. ഒന്ന് തിരിച്ച് ചിന്തിച്ച് നോക്കാം. അതായത് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് S2, അതായത് നമ്മുടെ രണ്ടാമത്തെ സോളിനോയിഡ് വിത്ത് റെസ്പെക്ട് ടു S1, ആദ്യത്തെ സോളിനോയിഡ്. ചെറിയൊരു മാറ്റം വരുത്തിയാൽ മതി. M12-ന് പകരം M21 കൊടുക്കണം. M21 = μ0 N1 N2. അതായത് ഇവിടെ മാറ്റങ്ങളൊന്നുമില്ല. ഇൻറ്റു A1-ന് പകരം എന്ത് കൊടുക്കുക? A2 കൊടുക്കുക. രണ്ടിലെയും ലെങ്ത്ത് സെയിം ആയതുകൊണ്ട് L1-നെ മാറ്റി L2 ആക്കുകയോ L2-നെ മാറ്റി L1 ആക്കുകയോ ഇതിൻ്റെ ഒന്നും ആവശ്യം അവിടെ ഇല്ല. അതുകൊണ്ട് M21 = μ0 N1 N2 A2 ഇൻറ്റു L. ഈ M12-ൽ നിന്ന് എന്തായിരുന്നു? M12 μr മാറ്റി നിർത്തുക. M12 = μ0 N1 N2 A1 ഇൻറ്റു L ആയിരുന്നു. ഇവിടെ M21 എന്താണ്? μ0 ഇൻറ്റു N1 N2 A2 ഇൻറ്റു L.
ഈ രണ്ട് ഇക്വേഷൻസും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു മാറ്റമേ ഉള്ളൂ. M12 ആണെങ്കിൽ A1 ഉണ്ടായിരിക്കും, M2 ആണെങ്കിൽ A2 ഉണ്ടായിരിക്കും. A1 എന്ന് പറയുന്നത് ആദ്യത്തെ സോളിനോയിഡിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന ചെറിയ സോളിനോയിഡിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനാണ്. A2 എന്ന് പറയുന്നത് അതിൻ്റെ പുറത്ത് ഉള്ള വലിയ സോളിനോയിഡിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനാണ്. ഓക്കെ, ആ ഒരു കാര്യവുമായി ബന്ധപ്പെട്ടതാണ് നമ്മുടെ മൂന്നാമത്തെ പോയിന്റ്. രണ്ട് സോളിനോയിഡുകളും if the solenoids are very close each other then A1 is approximately equal to A2. അതായത് ഉള്ളിലുള്ള സോളിനോയിഡിൻ്റെ ഏരിയ ചെറുതും പുറത്തുള്ള സോളിനോയിഡിൻ്റെ ഏരിയ വലുതുമായിരുന്നു ആദ്യത്തെ കേസിൽ. രണ്ട് സോളിനോയിഡുകളും വളരെ വളരെ അടുത്താണെങ്കിലോ, അതായത് R1 ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു R2 ആണെങ്കിൽ, രണ്ട് സോളിനോയിഡുകളും വളരെയധികം ക്ലോസ് ആണെങ്കിൽ നമുക്ക് R1 ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു R2 എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ ഏരിയ ഓഫ് ദ ഫസ്റ്റ് സോളിനോയിഡ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഏരിയ ഓഫ് ദി സെക്കൻഡ് സോളിനോയിഡ് എന്ന് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു മ്യൂറിനെ മാറ്റി നിർത്തുക. M12 ഈക്വൽ ടു μ0 N1 N2 A1 എല്ലാണ്. M21 ഈക്വൽ ടു μ0 ഇൻറ്റു N1 N2 A2 എല്ലാണ്. ഇവർ തമ്മിലുള്ള മാറ്റം എന്തിൽ മാത്രമാണ്? ഏരിയയിൽ മാത്രമാണ്. ആ ഏരിയ സെയിം ആണെങ്കിൽ ഇവർ രണ്ടുപേരും ഈക്വൽ ആയിരിക്കും. അതായത് M12 ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു M21. അങ്ങനെയെങ്കിൽ ഇത് എഴുതാം M12 ഈക്വൽ ടു M21 ഈക്വൽ ടു ക്യാപിറ്റൽ M എന്ന് എഴുതാം. എമ്മിനെ വിളിക്കുന്ന പേരാണ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. അതിന് നമ്മൾ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് ഫസ്റ്റ് സോളിനോയിഡ് വിത്ത് റെസ്പെക്ട് ടു സെക്കൻഡ് എന്നോ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് സെക്കൻഡ് സോളിനോയിഡ് വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് എന്നോ ഒന്നും പറയുന്നില്ല. കാരണം രണ്ട് സോളിനോയിഡുകളുടെയും മ്യൂച്വൽ ഇൻഡക്റ്റൻസ് കമ്പാരിറ്റീവ്ലി സെയിം ആണ്. അതുകൊണ്ട് നമ്മളതിനെ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞ് അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടുന്നു. ഓക്കെ, ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആ ഒരു മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൻ്റെയും മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റിൻ്റെയും കീഴിൽ പഠിക്കാനുള്ള 3 സെപ്പറേറ്റ് പോയിന്റുകളാണ്. സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്ന ഫിനോമിനനെ കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ ആ ഒരു ടോപ്പിക്കിൻ്റെ അവസാനം സെൽഫ് ഇൻഡക്റ്റൻസും ഇൻഡ്യൂസ്ഡ് EMFും തമ്മിലുള്ള ഒരു റിലേഷൻ കണ്ടെത്തിയിരുന്നു. ആ റിലേഷൻ ഒന്ന് ഓർത്തെടുക്കാം. ഇൻഡ്യൂസ്ഡ് EMF E ഈസ് ഈക്വൽ ടു -L ഇൻറ്റു DI ഡിവൈഡഡ് ബൈ DT. അതിൽ E എന്ന് പറയുന്നത് ഇൻഡ്യൂസ്ഡ് EMF ആണ്, L എന്ന് പറയുന്നത് സെൽഫ് ഇൻഡക്റ്റൻസ് ആണ്, DI എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ കറൻറ്റും, DI ഡിവൈഡ് ബൈ DTയിലെ DT എന്ന് പറയുന്നത് ആ കറൻറ്റ് ചേഞ്ച് ചെയ്യാനെടുക്കുന്ന സമയവുമാണ്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തത് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്ന ഫിനോമിനനാണ്. ഇവിടെയും നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? റിലേഷൻ ബിറ്റ്വീൻ ഇൻഡ്യൂസ്ഡ് EMF ആൻഡ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് കണ്ടെത്തേണ്ടി വരും. ഓക്കെ, അതേ ടോപ്പിക്ക് തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കുക, റിലേഷൻ ബിറ്റ്വീൻ ഇൻഡ്യൂസ്ഡ് EMF ആൻഡ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. ഹെഡിങ് ഒരു അല്പം ഷോർട്ടായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഇൻഡ്യൂസ്ഡ് EMFന് ഞാൻ E എന്നും മ്യൂച്വൽ ഇൻഡക്റ്റൻസിനെ ഞാൻ ക്യാപിറ്റൽ M എന്നും എഴുതിയിരിക്കുന്നു. ശ്രദ്ധിക്കുക, ഏത് സോളിനോയിഡിലാണ്, അതായത് പുറമേയുള്ള സോളിനോയിഡിലാണോ, അതായത് S2വിലാണോ, ഉള്ളിൽ വെച്ചിരിക്കുന്ന സോളിനോയിഡിലാണോ ഇൻഡ്യൂസ്ഡ് കറൻറ്റ്, ഇൻഡ്യൂസ്ഡ് EMF ഡെവലപ്പ് ചെയ്യുന്നത് എന്ന് ഓർത്തിരിക്കണം. അതായത് ഉള്ളിലുള്ള സോളിനോയിഡിൽ S1ലാണ് ഒരു ഇൻഡ്യൂസ്ഡ് EMF അതല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് കറൻറ്റ് ഡെവലപ്പ് ചെയ്യുന്നത്. ആര് കാരണം? S2 എന്ന് പറയുന്ന സോളിനോയിഡ് കാരണം. ഏത് രീതിയിൽ? S2വിൽ കൂടി പോകുന്ന I2 എന്ന് പറയുന്ന കറൻറ്റ് ഞാൻ ചേഞ്ച് ചെയ്യുകയും അതനുസരിച്ച് S2 എന്ന് പറയുന്ന സോളിനോയിഡിൻ്റെ ഉള്ളിലെ മാഗ്നറ്റിക് ഫീൽഡ് മാറുകയും അങ്ങനെ മാറുന്ന മാഗ്നറ്റിക് ഫീൽഡിലിരിക്കുന്ന S1 ഒരു ഇൻഡ്യൂസ്ഡ് EMF അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് കറൻറ്റ് അവിടെ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, ഇനി അക്കോർഡിംഗ് ടു ലെൻസസ് ലോ നമുക്കറിയാം ഇൻഡ്യൂസ്ഡ് EMF ഇസ് ഈക്വൽ ടു -d∅ ഡിവൈഡഡ് ബൈ dt ആണ്. ലെൻസസ് ലോ അനുസരിച്ച് ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഈക്വൽ ടു -d∅ ഡിവൈഡഡ് ബൈ dt ആണ്. ഇവിടെ നമ്മൾ ആരുമായി ബന്ധപ്പെട്ട ഫ്ലക്സ് ആണ് കൺസിഡർ ചെയ്യേണ്ടത്? ഉള്ളിൽ വെച്ചിരിക്കുന്ന ഫസ്റ്റത്തെ സോളിനോയിഡുമായി ബന്ധപ്പെട്ട ഫ്ലക്സിനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. കാരണം ആ ഫ്ലക്സ് മാറുമ്പോഴാണ് അതേ സോളിനോയിഡിൽ ഒരു ഇൻഡ്യൂസ്ഡ് EMF ഡെവലപ്പ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ലെൻസസ് ലോ അനുസരിച്ച് നമുക്ക് ഈസ് ഈക്വൽ ടു -d∅1 ഡിവൈഡഡ് ബൈ dt എന്ന് എഴുതാനായിട്ട് സാധിക്കും. അതാണ് നമ്മുടെ ഇക്വേഷൻ 1. ഇനി ആ ഒരു സോളിനോയിഡിൽ ഉള്ളിൽ വെച്ചിരിക്കുന്ന S1 എന്ന് പറയുന്ന സോളിനോയിഡിൽ ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ക്യാപിറ്റൽ N1 ആണ്. ഇഫ് ദർ ആർ N1 നമ്പർ ഓഫ് ടേൺസ്, ശ്രദ്ധിക്കുക, കോയിലുകൾ മാറിപ്പോകരുത്. ഇപ്പോൾ നമ്മൾ എടുക്കുന്ന കോയിൽ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ എടുക്കുന്ന സോളിനോയിഡ് ഉള്ളിലുള്ള സോളിനോയിഡാണ്, S1 ആണ്. അവിടെയുള്ള ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ക്യാപിറ്റൽ N1 ആണ്. അങ്ങനെയെങ്കിൽ ടോട്ടൽ ഫ്ലക്സ് എന്ത് വരും? N1∅1 വരും. ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഇക്വേഷൻ 1 മാറി ഇക്വേഷൻ 2 ആകും. ഇക്വേഷൻ 2 ഈ രീതിയിലാണ് ഈസ് ഈക്വൽ ടു
ന് പകരം N1 മൈനസ് d/dt ഓഫ് N1 ഇതാണ് ഇക്വേഷൻ 2. തൊട്ട് മുൻപിൽ ചെയ്ത ഡെറിവേഷനിൽ N1 നമ്മളൊരു ഇക്വേഷൻ കണ്ടെത്തിയിരുന്നു. ആ ഇക്വേഷനാണത്. വി ഹാവ് N1 ഈക്വൽ ടു M12I2. M12 എന്ന് പറയുന്നത് എന്താണ്? മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് ഫസ്റ്റ് സോളിനോയിഡ് വിത്ത് റെസ്പെക്ട് ടു സെക്കൻഡ്. I2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? ആ പുറമെയുള്ള S2 എന്ന് പറയുന്ന സോളിനോയിഡിൻ്റെ ഉള്ളിൽ കൂടി പോകുന്ന കറണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു, രണ്ട് സോളിനോയിഡുകളും വളരെ വളരെ അടുത്താണെങ്കിൽ, രണ്ടിൻ്റെയും റേഡിയസുകൾ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആണെങ്കിൽ നിങ്ങൾക്ക് M12 ഈക്വൽ ടു M21 ഈക്വൽ ടു ക്യാപിറ്റൽ M എന്ന് എഴുതാനായിട്ട് സാധിക്കും. അതായത് M12 പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാപിറ്റൽ M എന്ന് എഴുതാൻ സാധിക്കും. എപ്പോൾ മാത്രം രണ്ട് സോളിനോയിഡുകളുടെയും റേഡിയസ് കമ്പാരിറ്റീവ്ലി ഈക്വൽ ആണെങ്കിൽ. ഇനി ആകെപ്പാട് ഒരു കറൻറ്റേ നമ്മളവിടെ കടത്തി വിടുന്നുള്ളൂ. രണ്ടാമത്തെ സോളിനോയിഡിൽ S2 കൂടി മാത്രമേ നമ്മളൊരു കറണ്ട് കടത്തി വിടുന്നുള്ളൂ. നിങ്ങൾക്കതിന് വേണമെങ്കിൽ I എന്ന് ജനറലൈസ് ചെയ്യാം. അപ്പോൾ M12 പകരം M എഴുതിയിരിക്കുന്നു. സിറ്റുവേഷൻ മറക്കരുത്, രണ്ട് സോളിനോയിഡുകളുടെയും റേഡിയസ് കമ്പാരിറ്റീവ്ലി സെയിം ആണെങ്കിൽ. I2 എന്ന് പറയുന്നത് രണ്ടാമത്തെ സോളിനോയിഡിൽ കൂടി, അതായത് S2 കൂടി കടത്തിവിടുന്ന കറണ്ടാണ്. അവിടെ I1 I2 എന്നുള്ള കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തിയിട്ട് സോളിനോയിഡിൻ്റെ ഉള്ളിൽ കൂടി കടത്തിവിടുന്ന കറണ്ട്, നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കറണ്ട് I ആയിട്ട് ജനറലൈസ് ചെയ്യുക. അങ്ങനെയെങ്കിൽ N1 ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ M ഇൻറ്റു I എന്ന് എഴുതാനായിട്ട് സാധിക്കും. അതിൽ M മ്യൂച്വൽ ഇൻഡക്റ്റൻസ്, അത്രയും മതി. I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് പാസിംഗ് ത്രൂ എ സോളിനോയിഡ്, വിച്ച് ഈസ് ഇക്വേഷൻ 3. ഇക്വേഷൻ 2 എങ്ങനെ മാറും? N15 എന്ന് പറയുന്നത് എഴുതാൻ നിങ്ങൾക്ക് M ഇൻറ്റു I എഴുതാനായിട്ട് സാധിക്കും. അങ്ങനെയെങ്കിൽ ഇക്വേഷൻ 2 ബിക്കംസ് ഈസ് ഈക്വൽ ടു മൈനസ് d/dt ഓഫ് M ഇൻറ്റു I. M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്താ? മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ആണ്. തന്നിരിക്കുന്ന ഒരു സോളിനോയിഡിൻ്റെ നമ്പർ ഓഫ് ടേൺസ്, അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, അതിൻ്റെ ലെങ്ത്, ഇത്രയും കാര്യങ്ങൾ മാറാത്തിടത്തോളം കാലം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. M12 ഇക്വേഷൻ എന്തായിരുന്നു? μ0 ഇൻറ്റു N1 N2 A1 ഇൻറ്റു L. നമ്പർ ഓഫ് ടേൺസ്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, ലെങ്ത്, ഇവ മാറാത്തിടത്തോളം കാലം അവയുടെ എന്തും മാറില്ല, മ്യൂച്വൽ ഇൻഡക്റ്റൻസും മാറില്ല. ഇവിടെ നമ്മളൊന്നും ചേഞ്ച് ചെയ്യുന്നില്ല. നമ്മൾ ആകെപ്പാടെ ചേഞ്ച് ചെയ്യുന്ന എന്ത് മാത്രമാണ്? കറണ്ട് മാത്രമാണ്. കറണ്ട് മാറി എന്ന് കരുതി മ്യൂച്വൽ ഇൻഡക്റ്റൻസിന് അവിടെ മാറ്റമൊന്നും സംഭവിക്കില്ല. കാരണം ഇക്വേഷൻ ഇങ്ങനെയാണ്, M12 ഓർ M21 ഈക്വൽ ടു M12 എടുക്കാം. M12 is equal to μ0 ഇൻറ്റു N1 N2 A1 ഇൻറ്റു L ആണ്. ഇനി M21 എടുത്തു കഴിഞ്ഞാലോ μ0 ഇൻറ്റു N1 N2 A2 ഇൻറ്റു L ആണ്. ഈ ഒരു ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമ്പർ ഓഫ് ടേൺസ്, അതുപോലെ തന്നെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, ലെങ്ത്, ഈ മൂന്ന് കാര്യങ്ങൾ, അതുപോലെ തന്നെ പെർമിയബിലിറ്റി, ഈ 4 കാര്യങ്ങളാണ് പ്രധാനമായും ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇവയൊന്നും മാറുന്നില്ലെങ്കിൽ മ്യൂച്വൽ ഇൻഡക്റ്റൻസും മാറുകയില്ല. നമ്മൾ ഇവിടെ മാറ്റുന്നത് കറണ്ട് മാത്രമാണ്, അല്ലാതെ നമ്പർ ഓഫ് ടേൺസോ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനോ ലെങ്ത്തോ ഒന്നും മാറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ എമ്മിന് നിങ്ങൾക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം? ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. അപ്പോൾ എമ്മിന് നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ ഡിഫറൻസിയേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല, അതിനെ പുറത്തേക്ക് എടുക്കാം. സോ ഈസ് ഈക്വൽ ടു മൈനസ് M ഇൻറ്റു di/dt. അത് ഞാൻ താഴേക്ക് എടുത്ത് എഴുതിയിരിക്കുന്നു. ഇൻഡ്യൂസ്ഡ് EMF ഇസ് ഈക്വൽ ടു മൈനസ് M ഇൻറ്റു di/dt. ഇത് തന്നെയാണ് റിലേഷൻ ബിറ്റ്വീൻ ഇൻഡ്യൂസ്ഡ് EMF ആൻഡ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. അതിൽ E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിലുള്ള സോളിനോഡിൽ ഡെവലപ്പ് ചെയ്യുന്ന ഇൻഡ്യൂസ്ഡ് EMF ആണ്. അതായത് S1 എന്ന് പറയുന്ന സോളിനോഡിൽ ഡെവലപ്പ് ചെയ്യുന്ന ഇൻഡ്യൂസ്ഡ് EMF ആണ്. M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ആണ്. di എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളവിടെ കറൻറ്റിനെ മാറ്റിയിട്ടാണ് മാഗ്നറ്റിക് ഫീൽഡിനെ മാറ്റുന്നത്. ആ കറൻറ്റിൽ ഉണ്ടാകുന്ന മാറ്റമാണ് di, ചേഞ്ച് ഇൻ കറൻറ്റ്. ആ കറൻറ്റ് മാറാനെടുക്കുന്ന ടൈമാണ് dt. ഓക്കെ, അപ്പോൾ ഇതാണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻഡ്യൂസ്ഡ് EMF ആൻഡ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ്.